ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് റവയാണ്. ഞാനിത് റവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര വേണം. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ മധുരം വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇനി അതിലോട്ട് പഞ്ചസാരയും റവയൊക്കെ ഒന്ന് എടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ അടിച്ചെടുക്കുക. നമുക്ക് മറ്റൊരു ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. 2 കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് മുട്ടയുടെ ഇഷ്ടമാണെങ്കിൽ 3 ഒക്കെ എടുക്കാവുന്നതാണ്. 2 എടുത്തിട്ടുള്ളൂ. 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായാണ് വേണ്ടത്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് എണ്ണം കൂട്ടിയെടുക്കാം. ഞാൻ 3-4 എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ഓയിൽ വേണം. ഞാൻ 2 സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പക്കാരം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അത് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് അതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച റവയും മുട്ടയൊക്കെയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. സ്ലിമ്മാക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അണ്ടി മുന്തിരി ഒന്ന് വറുത്ത് കോരാം. ഇതിലോട്ടൊന്ന് വെതറി കൊടുക്കാം കേട്ടോ. അത് അണ്ടി മുന്തിരിയൊക്കെ വെതറി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വെതറിയിട്ടുണ്ട്. നമുക്ക് കുക്കർ മൂടി വയ്ക്കാം ഒരു 15 മിനിറ്റോളം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം തണയാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെയാണ്. അപ്പം ഉണ്ടാക്കാനും സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.